Hi everyone, welcome back to my video. Anesthesia ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. CPC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 10 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. So first question നോക്കാം. According to the anesthesia guidelines, what forms of monitoring are not included or bundled with anesthesia services? Option A, intra-arterial. Option B, central venous. Option C, Schwankans. And option D, all of the above. So answer is option D, that is all of the above. Intra-arterial, central venous, Schwankans. ഇതെല്ലാം anesthesia service bundled ആയിട്ടുള്ളതല്ല. So they are not included. അപ്പോൾ option D ആണ്. Next question number 2. What physical status modifier should coders append to describe a patient with severe systemic illness? Option A, P2, option B, P3, option C, P4, and option D, P5. And the answer is option B, P3, a patient with a severe systemic disease. ഒരു severe systemic disease ഉള്ള പേഷ്യൻറ്റിന് കൊടുക്കുന്ന physical status modifier is P3. So the next question is preoperative diagnosis multivessel coronary artery disease. Postoperative diagnosis multivessel coronary artery disease. Name of the procedure: coronary artery bypass graft into 3, left internal mammary artery to the LAD, saphenous vein graft to the obtuse marginal, saphenous vein graft to the diagonal. The patient is placed on heart and lung bypass during the procedure. Anesthesia time 6 p.m. to 12 a.m. Surgical time 6:15 p.m. to 11:30 p.m. What is the correct anesthesia code and anesthesia type? ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ലാസ്റ്റിൽ തന്നിട്ടുണ്ട് കറക്റ്റ് അനസ്തീഷ്യ കോഡാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ആൻഡ് വിത്ത് അനസ്തീഷ്യ ടൈമാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ അനസ്തീഷ്യ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ അനസ്തീഷ്യ ടൈം എന്ന് പറയുന്നത് 6 p.m. to 12 a.m. ആണ്. So the options are option A 00567 6 hours, B 00566 6 hours ആണ്, C 00567 5 hours and 30 minutes, option D 00566 5 hours and 30 minutes. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് അനസ്തീഷ്യ ടൈം തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 6 p.m. തൊട്ടിട്ട് 12 a.m. വരെയാണ് അനസ്തീഷ്യ ടൈം. ദാറ്റ് ഇസ് 6 hours ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ 5 hours and 30 minutes ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. ഓപ്ഷൻ എയിൽ 00567 ആണ് അനസ്തീഷ്യ ഫോർ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ ആണ്. ഓപ്ഷൻ ബിയിലാണെങ്കിലോ അനസ്തീഷ്യ ഫോർ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വിത്തൗട്ട് പമ്പ് ഓക്സിജനേറ്റർ ആണ് 00566 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതാണ് പമ്പ് ഓക്സിജനേറ്റർ. ഈ ഹാർട്ട് ലങ് മെഷീൻ്റെ വേറൊരു പേരാണ് പമ്പ് ഓക്സിജനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് കിട്ടും. ഇത് ആൻസറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് നമ്മൾ പ്രൊസീജിയർ പെർഫോം ചെയ്തത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആണ്. അപ്പോൾ നമ്മൾ 00566ഉം 00567ഉം നോക്കുക. പിന്നെ എന്താ ഹാർട്ട് ലങ് മെഷീൻ ബൈപ്പാസിന് യൂസ് ചെയ്തിട്ടുണ്ട് അത് നോക്കുക. പിന്നെ അനസ്തീഷ്യ ടൈമും കൂടി നോക്കുമ്പോൾ നമുക്ക് ആൻസർ എ ആയിട്ട് കിട്ടും. സോ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. 56-year-old receives general anesthesia for an open pleura biopsy. An anesthesiologist medically directing 2 other cases and medically directs a CRNA on this case. What are the appropriate codes for both the providers? ഓക്കെ, ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലൂറ ബയോപ്സി ആണ്. ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ടോട്ടലി 3 കേസസ് അല്ലെങ്കിൽ 3 പ്രൊസീജിയേഴ്സിന് മെഡിക്കൽ ഡയറക്ഷൻ കൺകറൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് 2 കേസസിനും പിന്നെ ഒരു CRNAക്കും ഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ബോത്ത് പ്രൊവൈഡേഴ്സിന്, അതായത് CRNAക്കുള്ള കോഡും അനസ്തീഷ്യോളജിസ്റ്റിനുള്ള കോഡും റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കുറേ മോഡിഫയേഴ്സ് അപ്പൻഡ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മോഡിഫയർ അറിയാമെങ്കിൽ നമുക്ക്
ആൻസേഴ്സ് എലിമിനേഷൻ മെത്തേഡ് വഴി പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അനസ്തീഷ്യോളജിസ്റ്റ് 2, 3 or 4 കൺകറൻറ്റ് മെഡിക്കൽ സൂപ്പർവിഷൻ കൊടുക്കുന്നതിന്, അതായത് അറ്റ് എ ടൈമിൽ 2, 3 or 4 മെഡിക്കലി സൂപ്പർവിഷൻ കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന മോഡിഫയർ ഏതാണ്? QK ആണ്. അതുപോലെ തന്നെ ഒരു CRNA അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് എ അനസ്തീഷ്യോളജിസ്റ്റ് ഒരു അനസ്തീഷ്യ പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മോഡിഫയർ ആണ് QY. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ B സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം QKയും QYയും കൂടി വന്നിട്ടുള്ള ആകെ ഒരേ ഒരു ഓപ്ഷനേ അവിടെ കാണാനുള്ളൂ. പിന്നെ 00540 എന്നുള്ള കോഡ് നോക്കുകയാണെങ്കിൽ അനസ്തീഷ്യ ഫോർ തൊറാക്കോട്ടോമി പ്രൊസീജിയേഴ്സ് ഇൻവോൾവിംഗ് ലങ്സ്, പ്ലൂറ, ഡയഫ്രം ആൻഡ് മീഡിയസ്റ്റൈനം നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. പിന്നെ നമുക്ക് ഓപ്ഷനിലുള്ള വേറൊരു കോഡാണ് 00541. അതിൽ യൂട്ടിലൈസിങ് 1 ലങ് വെൻറ്റിലേഷൻ ആണ്. ഇവിടെ നമുക്ക് ലങ് വെൻറ്റിലേഷൻ യൂസ് ചെയ്ത കാര്യമൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് 00541 എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി മോഡിഫയേഴ്സ് അപ്പൻഡ് ചെയ്യുന്നതിൽ QXും QYയും ഒക്കെ തമ്മിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാം CRNAയുടെയാണ്. അങ്ങനെയുള്ള കേസിൽ കോഡും കൂടി ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അനസ്തീഷ്യ സ്റ്റാർട്ട് ടൈം is reported as 7:14 AM and the surgery began at 7:26 AM. The surgery finished at 8:18 AM and the patient was turned over to PACU at 8:29 AM, which was reported as the ending anesthesia time. What is the anesthesia time reported? ഇവിടെ നമുക്ക് അനസ്തീഷ്യ ടൈമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സർജറി ബിഗാൻ ചെയ്ത ടൈമും എൻഡ് ചെയ്ത ടൈമും ഒക്കെ തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അനസ്തീഷ്യ ടൈം എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് 7:14 AM ആണ്. അത് തൊട്ടിട്ട് എപ്പോഴാണോ പേഷ്യൻറ്റിനെ PACUലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത്, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് സൂപ്പർവിഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത് 8:29 AM ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 7:14 AM തൊട്ടിട്ട് 8:29 AM വരെ എത്ര മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അത് എത്ര ടൈമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ 7:14 AM to 8:29 AM വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. കാരണം അതാണ് അനസ്തീഷ്യയുടെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ടൈം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഡ് 00350. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ദ മേജർ വെസൽസ് ഓഫ് ദി നെക്ക് not otherwise specified. Has a base value of 10 units. The patient is a P3 status which allows 1 extra base unit. Anesthesia start time is reported as 11:02 AM and the surgery began at 11:14 AM. The surgery finished at 12:34 PM and the patient was turned over to PACU at 12:47 PM, which was reported as the ending anesthesia time. Using 15 minutes time increments and a conversion factor of $100, what is the correct anesthesia charge? ഇവിടെ നമ്മളോട് അനസ്തീഷ്യ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് അനസ്തീഷ്യ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്കൊരു ഫോർമുലയുണ്ട്, BTM ഫോർമുല, B+T+M ഹോൾ ഇൻറ്റു C എന്നുള്ള ഫോർമുല. ഫോർമുല വെച്ച് നോക്കുമ്പോൾ B എന്ന് പറയുന്ന ബേസ് വാല്യൂ യൂണിറ്റ് നമുക്കിവിടെ 10 യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ M, P3 സ്റ്റാറ്റസ് ആണ് ഇവിടെ പേഷ്യൻ്റ്, അതുകൊണ്ട് തന്നെ 1 point ആണ്. അപ്പോൾ MS1 ആൻഡ് അനസ്തീഷ്യ സ്റ്റാർട്ട് ടൈം ഇസ് റിപ്പോർട്ടഡ് 11:02 AM. പിന്നെ സർജറി ബിഗാൻ ചെയ്ത കാര്യം പറയുന്നു, സർജറി എൻഡ് ചെയ്തു. പിന്നെ പേഷ്യൻറ്റിനെ എന്താണ് PACU പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത് 12:47 PM അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ, അനസ്തീഷ്യ സ്റ്റാർട്ട് ചെയ്തത് 11:02 എൻഡ് ചെയ്തത് 12:47 ആ ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ടൈം ഡിവൈഡഡ് ബൈ 15 ആണ് നമുക്ക് B+T+Mലെ T വരുന്നത്. ഓക്കെ, ക്യാപിറ്റൽ T എന്ന് പറയുന്നത് സ്മോൾ t ഡിവൈഡഡ് ബൈ 15 ആണ്. പിന്നെ നമുക്കിവിടെ കൺവേർഷൻ ഫാക്ടർ C എന്ന് പറയുന്നത് $100 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ $1,500, ഓപ്ഷൻ ബി 1,600, ഓപ്ഷൻ സി 1,700, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1,800 ആണ്. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ M എന്ന് പറയുന്നത് 1 point ആണ്, ദാറ്റ് ഇസ് 10 + 1 11.
പിന്നെ നമ്മൾ ടോട്ടൽ ടൈം നോക്കുക. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് സ്മോൾ ടി ഡിവൈഡഡ് ബൈ 15 ആണ്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ സ്റ്റാർട്ട് ടൈമും അനസ്തീഷ്യ എൻഡ് ടൈമുമാണ്. ദാറ്റ് ഈസ് ഇവിടെ 11:02 തൊട്ടിട്ട് 12:47 വരെയാണ്. ദാറ്റ് ഈസ് 1 hour 45 minutes. അത് മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 105 minutes കിട്ടും. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് 7. അപ്പോൾ ടോട്ടലി 11 + 7 18 ആണ്. പിന്നെ കൺവേർഷൻ ഫാക്ടർ ഇസ് 100. സോ 18 × 100 ദാറ്റ് ഈസ് $1,800. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ്, $1,800. Next question number 7. Code 00940. Anesthesia for vaginal procedures including biopsy of labia, vagina, cervix or endometrium not otherwise specified as a base value of 3 units. The patient was admitted under emergency circumstances. Qualifying circumstances code 99140 which allows 2 extra base units. A pre-anesthesia assessment was performed and signed at 2 a.m. Anesthesia start time is reported as 2:21 a.m. and the surgery began at 2:28 a.m. The surgery finished at 3:25 a.m. and the patient was turned over to PACU at 3:36 a.m. which was reported as the ending anesthesia time. Using 15-minute time increment and a conversion factor of $100, what is the correct anesthesia charge? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അനസ്തീഷ്യ ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് യൂസിങ് ദി BTM ഫോർമുല. ദാറ്റ് ഇസ് B + T + M ഹോൾ ഇൻറ്റു C എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ബേസ് യൂണിറ്റ് B എന്ന് പറയുന്നത് 3 points ആണ്. പിന്നെ ക്വാളിഫയിങ് സർക്കംസ്റ്റൻസസിൻ്റെ 2 points കൂടി ഉണ്ട്. അപ്പോൾ 3 + 2 5 ആണ്. പിന്നെ അനസ്തീഷ്യ ടൈം ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് സ്മോൾ ടി അനസ്തീഷ്യ ടൈം ബൈ 15 ആണ്. അപ്പോൾ ഇവിടെ അനസ്തീഷ്യ ടൈം എന്ന് പറയുന്നത് 2:21 a.m. തൊട്ടിട്ട് 3:36 a.m. വരെയാണ്. അപ്പോൾ അത് എത്ര മിനിറ്റാണ് നോക്കുക, എന്നിട്ട് നമുക്ക് ഈ ഫോർമുലയിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നതാണ് കൺവേർഷൻ ഫാക്ടർ $100 ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റു 100 കൊടുക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് $800 ആണ്, ബി $900, സി $1,000, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് $1,200 ആണ്. പിന്നെ നമുക്ക് ബേസ് വാല്യൂ എന്ന് പറയുന്നത് 3 പ്ലസ് ക്വാളിഫയിങ് സർക്കംസ്റ്റൻസിൻ്റെ 2 ദാറ്റ് ഇസ് 5 units. അനസ്തീഷ്യ ടൈം എന്ന് പറയുന്നത് 75 minutes ആണ്. ദാറ്റ് ഇസ് 75 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഇസ് വി ഗെറ്റ് 5. അപ്പോൾ 5 + 5 10 ആണ്. പിന്നെ ഇൻറ്റു 100 കൺവേർഷൻ ഫാക്ടർ 100 ആണ്. സോ 10 × 100 എന്ന് പറയുന്നത് $1,000 ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. What intraperitoneal organs are found in the lower abdomen? ലോവർ അബ്ഡമനിലെ ഇൻട്രാപെരിറ്റോണിയൽ ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓപ്ഷൻ എ അപ്പൻഡിക്സ്, സീക്കം, ഇലിയം, സിഗ്മോയിഡ് കോളൻ. ഓപ്ഷൻ ബി ലിവർ, അപ്പൻഡിക്സ്, ഗോൾ ബ്ലാഡർ, ഇലിയം, സിഗ്മോയിഡ് കോളൻ. ഓപ്ഷൻ സി ഗോൾ ബ്ലാഡർ, സീക്കം, spleen, ileum, sigmoid colon. And option D spleen, liver, appendix, stomach, cecum. And the answer is option A. Intraperitoneal organs in the lower abdomen include appendix, cecum, ileum and sigmoid colon. Next question number 9 ആണ്. A 22-year-old patient who has severe medical problem is placed under general anesthesia by an anesthetist for a service not usually requiring anesthesia. What modifier would be appended to the service? ഇവിടെ question എന്ന് പറയുന്നത് യൂഷ്വലി അനസ്തീഷ്യ വേണ്ടാത്ത ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട മോഡിഫയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 47 ആൻഡ് ഓപ്ഷൻ ഡി 52 ആണ്. മോഡിഫയർ 22 is increased procedural service. ബി എന്ന് പറയുന്നത് 23 is unusual anesthesia. Option C 47 is anesthesia provided by a surgeon. And option D എന്ന് പറയുന്നത് 52 that is reduced procedural service ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് 23. That is modified 23
is reported to indicate a procedure not usually requiring anesthesia, but due to unusual circumstances, general anesthesia is necessary. യൂഷ്വലി അനസ്തീഷ്യ കൊടുക്കാറില്ല, പക്ഷെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജനറൽ അനസ്തീഷ്യ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ 23 ആണ് കൊടുക്കുക. And the last question number 10. A 72-year-old patient is undergoing a corneal transplant and anesthesiologist is personally performing monitored anesthesia care. What CPT code and modifiers are reported for anesthesia? ഇവിടെ എന്താണ്, ഒരു പേഷ്യൻ്റ് 72-year-old ആണ്, അതായത് എക്സ്ട്രീം ഏജിലുള്ള ഒരു പേഷ്യൻ്റ് ആണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് പേഴ്സണലി ഡയറക്റ്റായിട്ട് പേഷ്യൻറ്റിന് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ മാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. 4 ഓപ്ഷൻസിലും കോഡുകളെല്ലാം സെയിം ആണ്, പിന്നെ ഡിഫറൻസ് വരുന്നത് മോഡിഫയേഴ്സ് അപ്പൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ 72-year-old പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ 99100 കോഡിൽ ആവശ്യമാണ്. അത് എല്ലാ കോഡുകളിലും പ്രസൻ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ, അനസ്തീഷ്യോളജിസ്റ്റ് പേഴ്സണലി ഡയറക്റ്റ് ആയിട്ട് അനസ്തീഷ്യ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് എ എന്നുള്ള മോഡിഫയർ കൊടുക്കണം. അതുപോലെ തന്നെയാണ് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ മോഡിഫയർ ആയ QS കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നോക്കേണ്ടത് QS ഉം എയും ഒരുമിച്ച് വരുന്ന ആൻസർ ഏതാണെന്ന് നോക്കുക. അത് ഓപ്ഷൻ C ആണ്.